ഈ യാത്ര മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലെ രണ്ട് പ്രധാന എക്കോ ടൂറിസം സെൻ്ററുകളാണ്. ഒന്ന് കനോലി പ്ലോട്ട്, മറ്റൊന്ന് കേക്ക് മ്യൂസിയം. കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും വരുന്നവർക്ക് കോഴിക്കോട് ഇറങ്ങി ബസ് മാർഗവും അല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങി ട്രെയിൻ മാർഗവും പോകാവുന്നതാണ്. ഞാൻ പോയത് രാത്രി 1 മണിക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ്. രാവിലെ 4 മണിക്ക് ഷൊർണൂറിൽ എത്തിച്ചേരും. അവിടുന്ന് നിലമ്പൂരിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനിന് പോകണം. ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് ഹാളാണ്. മണിക്കൂറിന് 30 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ട്രെയിൻ 5 മിനിറ്റ് ലേറ്റായിരുന്നു. 7:10 ഷൊർണൂർ ജംഗ്ഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിച്ചേർന്നു. ലോക്കൽ ട്രെയിൻ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. സീറ്റ് കിട്ടി, പക്ഷെ ഞാൻ ഇരുന്നില്ല. സ്റ്റെപ്പിനടുത്ത് വന്നു നിന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പലർക്കും ബസ് യാത്രകളേക്കാൾ കൂടുതൽ ഇഷ്ടം ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. തിരക്കില്ലാത്ത ട്രെയിനാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ദീർഘനേരം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. ട്രെയിൻ വേഗത്തിലോടുമ്പോൾ ശക്തിയായി കാറ്റടിക്കുന്നത് കാരണം സ്റ്റെപ്പിനടുത്ത് വന്നു നിന്ന് വീഡിയോ ചിത്രീകരിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്കുള്ളൊരു യാത്ര. ഗൂഗിൾ മാപ്പ് നോക്കി തുടക്കം നിലമ്പൂരിൽ തന്നെ ആകാമെന്ന് വെച്ചു. ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് റെഡ്മി 10 മൊബൈലിലാണ്. ചെറിയ യാത്രകൾ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയുള്ള ഒരു വീഡിയോ ഇടുന്നത് ആദ്യമായാണ്. യാത്രകളോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എട്ട് 45 നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സ്റ്റേഷനിലിറങ്ങി ബസ് കയറി
ചന്തക്കുന്ന് ജംഗ്ഷനിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഗുഡല്ലൂർ റോഡിന് 2 കിലോമീറ്ററാണ് തേക്ക് മ്യൂസിയത്തിലേക്കുള്ളത്. പത്ത് മണിയാകുമ്പോഴാണ് മ്യൂസിയം ഓപ്പൺ ആകുന്നത്. ഞാൻ 9 മണിക്ക് എത്തിയതുകൊണ്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. തിങ്കളാഴ്ച മ്യൂസിയം അവധിയാണ്. സന്ദർശന സമയം 10 മണി മുതൽ 4:30 വരെ. ടിക്കറ്റ് എടുത്ത് ആദ്യം കണ്ടത് ഒരു വൃക്ഷമനുഷ്യൻ്റെ പ്രതിമയാണ്. കയ്യിൽ ഭൂമിയുടെ ഗോളവും തലയിൽ ശിഖരങ്ങളുമുള്ള മനോഹരമായൊരു ശില്പം. മ്യൂസിയത്തിന് ചുറ്റുമുള്ള ഗാർഡനിൽ പലതരം മുളകളും തേക്ക് മരങ്ങളും മറ്റു പല മരങ്ങളും കാണാം. മ്യൂസിയത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും ചെടികൾ ഭംഗിയായി ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. പച്ചപ്പുല്ല് പിടിപ്പിച്ച ഗാർഡനും ചെറിയ നീരുറവയും ഇങ്ങനെ മ്യൂസിയത്തിൻ്റെ ചുറ്റുപാടുകൾ മനോഹരമാക്കി വെച്ചിരിക്കുന്നു. മ്യൂസിയത്തിന് മുന്നിൽ ഒരു തേക്ക് മരത്തിൻ്റെ വേര് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ. പാർക്കിന് പുറകുവശത്ത് മനോഹരമായൊരു കുളവും ചെസ് കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 തവളകളുടെ ശില്പവും കാണാം. അത് കഴിഞ്ഞ് ജൈവ വിഭവ ഉദ്യാനത്തിലേക്കാണ് പോകേണ്ടത്. കുട്ടികൾക്കായുള്ള കളിസ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഓർക്കിഡ് ഫാമിലേക്കുള്ള വഴിയാണ്. ഇതാണ് പാർക്കിലെ ഓർക്കിഡ് ഹൗസ്. പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓർക്കിഡ് ചെടികൾ പലവിധമുണ്ടെങ്കിലും പൂവുകൾ ചിലതിൽ മാത്രം വിരിഞ്ഞിരിക്കുന്നു. നിരനിരയായി നട്ടുപിടിപ്പിച്ച ചെടികൾ ഭംഗിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ്.
മനോഹരമായ കുളവും ചെറിയ വെള്ളച്ചാട്ടവും അതിനു മുകളിൽ പതുങ്ങിയിരിക്കുന്ന പുലിയുടെ ശില്പവും ഇവിടെ കാണാം. ബട്ടർഫ്ലൈ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പുഷ്പങ്ങളും ഇവിടെ കാണാം. ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച ഒരു ആനയുടെ രൂപം കാണാം. ചെടികൾ വളർത്താനാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നിർമ്മിച്ച ഒരു മയിലിൻ്റെ രൂപമാണ് ഇവിടെ കാണുന്നത്. ചെടികൾ പൂർണ്ണമായും വളർന്നിട്ടില്ല, തലയുടെ ഭാഗം മാത്രം വളരാനുണ്ട്. ആ കാണുന്നത് വാച്ച് ടവറാണ്. ഇത് വാച്ച് ടവറിൽ നിന്നെടുത്ത വിഷ്വൽസാണ്. ഇതാണ് ഹെർബൽ ഗാർഡൻ. കുറച്ചപ്പുറത്തായി ഒരു ഗോത്ര മനുഷ്യൻ്റെ ശില്പവും കാണാം. ഈ കാണുന്നതാണ് പാം ഗാർഡൻ. പാർക്ക് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി പോകാനുള്ളത് കനോലി പ്ലോട്ടിലേക്കാണ്. ഉച്ചയോടെ കനോലി പ്ലോട്ടിൽ എത്തിച്ചേർന്നു. തേക്ക് മ്യൂസിയത്തിൽ നിന്ന് 7 കിലോമീറ്ററാണ് കനോലി പ്ലോട്ടിലേക്കുള്ളത്. കുറച്ചപ്പുറത്താണ് എൻട്രി ഗേറ്റ് ഉള്ളത്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കടക്കാൻ. വാഹനങ്ങളിൽ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണ് കനോലി പ്ലോട്ട്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ തേക്കിൻ തോട്ടത്തിന് 6 ഏക്കറോളം വിസ്തൃതിയുണ്ട്. തേക്ക് തടിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ തേക്കിൻ തോട്ടം നട്ടുപിടിപ്പിച്ചത്. കുതിരപ്പുഴയും ചാലിയാർ നദിയും സംഗമിക്കുന്നത് ഇവിടെ വെച്ചാണ്. കനോലി പ്ലോട്ട് ചാലിയാർ നദിയുടെ അക്കരെയായതിനാൽ കടത്തുചങ്കാറിൽ പോകേണ്ടതുണ്ട്. അതിൻ്റെ ടിക്കറ്റും എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. മുൻപ് അക്കരെ കടക്കാൻ തൂക്കുപാലമുണ്ടായിരുന്നു. അതിൻ്റെ കോൺക്രീറ്റ് തൂണുകളാണ് ഇപ്പോൾ കണ്ടത്. 2018-19 വർഷത്തെ പ്രളയമാണ് തൂക്കുപാലം തകരുന്നതിന് കാരണമായത്. ജങ്കാർ മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയല്ല, മറിച്ച് കയർ കെട്ടി വലിക്കുന്നതാണ്. കുറച്ചുപേർ ജങ്കാറിൽ നിന്ന് ഇറങ്ങി പ്ലോട്ടിലേക്ക് പോകുന്നത് കാണാം. അക്കരയും ഇക്കരയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ ജങ്കാറിലുള്ള 2 പേർ ചേർന്ന് വലിക്കുന്നു.
പ്ലോട്ടിലേക്ക് പോകാനുള്ളവരെയും കയറ്റി കയർ വലിച്ചു തുടങ്ങി. "150 വർഷം പഴക്കമുള്ള 3 മുതൽ 4 മീറ്റർ വരെ ചുറ്റളവുള്ള വലിയ തേക്കുമരങ്ങളാണ് കനോലി പ്ലോട്ടിലുള്ളത്. വളരെ ശാന്തമായതും കുളിർമയേറിയതുമായ അന്തരീക്ഷമാണ് ഇവിടെ. കൂട്ടത്തിൽ ഏറ്റവും വലിയ മരമാണ് ഈ കാണുന്നത്. ഇത് തേക്ക് മരമല്ല, മറ്റെന്തോ മരമാണ്. ഈ പ്ലോട്ടിലെ ഏറ്റവും വലിയ തേക്കുമരമാണിത്. 429 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. കനോലി പ്ലോട്ടിലെ ചരിത്രം എഴുതി വച്ചിരിക്കുന്ന ബോർഡാണ് ഇപ്പോൾ കണ്ടത്. ഈ യാത്ര കനോലി പ്ലോട്ടിൽ അവസാനിക്കുന്നു. നന്ദി.